ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഡെയിലി ബൂസ്റ്ററിൻ്റെ 56ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 128/22 എന്ന് പറയുന്ന അസിസ്റ്റന്റ് എക്സാമിൻ്റെ ഡിഗ്രി ലെവലായിരുന്നു മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആസ് യൂഷ്വൽ തന്നെ നമുക്ക് എപ്പോഴത്തെയും പോലെ തന്നെ 30 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 10 ഇംഗ്ലീഷ്, 10 മാത്സ്, 10 മലയാളം. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ഇംഗ്ലീഷിലേക്ക് തന്നെ നമുക്ക് പോകാം. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കി. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് ഓർ ആർ സിനോണിംസ് വിത്ത് ദ ഇഡിയം ഔട്ട് അറ്റ് എൽബോ? ഔട്ട് അറ്റ് എൽബോ എന്ന് പറയുമ്പോൾ അതിൻ്റെ സിനോണിംസ് ആയിട്ട് വരുന്ന വേർഡ്സ് ഏതൊക്കെയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഔട്ട് അറ്റ് എൽബോ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ മീനിങ് എന്താണ്? അതറിഞ്ഞാലല്ലേ നമുക്ക് അതിൻ്റെ സിനോണിമും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഔട്ട് അറ്റ് എൽബോ എന്ന് പറഞ്ഞാൽ അത് പുവർ, ദരിദ്രരായ എന്നുള്ള മീനിങ് അല്ലേ, അതിനെയാണ് നമ്മൾ ഔട്ട് അറ്റ് എൽബോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ്? ഇവിടെ നമ്മുടെ പറയുന്ന പെനൂറിയസ് എന്ന് പറയുന്നതും ഇംപൊവേഴ്സ്ഡ് എന്ന് പറയുന്നതും എന്താണ്? രണ്ടും ദരിദ്രമായ എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ വരേണ്ടത്? ഓൺലി 1 and 3 ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ ഈ ജസ്റ്റ് ഈ ഔട്ട് അറ്റ് എൽബോ എന്ന് പറയുന്ന ആ ഒരു ഇഡിയം എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ടേൺ ഇൻ ടു ദ പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഷീ നോസ് ദ മ്യൂസീഷ്യൻ പേഴ്സണലി. അപ്പോൾ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ നമ്മുടെ എന്താണ് അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്? ഒബ്ജക്റ്റ് വേണം അല്ലേ? ഇവിടെ സിമ്പിൾ പ്രസന്റിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ അതിൽ പാസീവിലേക്ക് മാറ്റുമ്പോൾ ഒബ്ജക്റ്റ് വേണം. അതേപോലെ തന്നെ എന്താണ്? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ വരണം. പ്ലസ് ഇവിടെ എന്ത് വരണം? V3 ഫോം വേണം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇവിടെ വരേണ്ടതെന്ന് നോക്കിക്കേ. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ദ മ്യൂസീഷ്യൻ ആണ്. അപ്പോൾ എന്ത് വരും? ദ മ്യൂസീഷ്യൻസ് ഈസ് പേഴ്സണലി. ഈസ് ആണ് വേണ്ടത്. വാസ് അല്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഈസ് ആം ആറ് വേണമെന്ന് പറയുമ്പോഴേ നമുക്കത് ക്യാൻസൽ ചെയ്യാം. പേഴ്സണലി നോൺ എന്ന് പറയുന്നത് V3 ഫോം ആണ്. ദ മ്യൂസീഷ്യൻ ഈസ് പേഴ്സണലി നോൺ ടു ഹെർ എന്നാണ്. ഓപ്ഷൻ എ ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Find one word substitute for a person who hate and avoid other people. എന്താണ്? മറ്റുള്ളവരെ ഇഷ്ടപ്പെടാത്തവരെ എന്താണ് പറയുന്നത് എന്നാ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? അതിനെ മിസാന്ത്രോപ്പ് എന്ന് പറയും. എന്താണ്? ഓപ്ഷൻ 3 അപ്പം ഓപ്ഷൻ ഡി ആണ് വരേണ്ടത് അല്ലെ. 3 എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓൺലി 3 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആന്ത്രോപോളജി, അതായത് സ്റ്റഡിയാണ് പറയുന്നത്. സ്റ്റഡി ഓഫ് ഹ്യൂമൻ സയൻസ്, അതിനെയൊക്കെയാണ് കൾച്ചർ, അതിനെയൊക്കെ പറ്റിയുള്ള പഠനമാണ് ആന്ത്രോപോളജി എന്ന് പറയുന്നത്. ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യ സ്നേഹികളെ പറയുന്നത്. മിസാന്ത്രോപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്താണ്? എ പേഴ്സൺ ഹു ഹേറ്റ്സ് ആൻഡ് അവോയ്ഡ് അതർ പീപ്പിൾ ആണ് എന്ത്? മിസാന്ത്രോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഐഡന്റിഫൈ ദ റോങ്ലി സ്പെൽഡ് വേർഡ്. ഇവിടെ നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു വേർഡാണ് VACUUM ആണ്. വാക്വം എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ 2 ശരിയാണെന്നറിയാം. അപ്പോൾ ഇവിടെ എന്താണ്? റോങ്ലി സ്പെൽഡ് ആയതുകൊണ്ട് തന്നെ 2 നമുക്ക് വെട്ടിക്കളയാം. പിന്നെ എന്താണ്? ഒന്നുകിൽ 1, 3 അല്ലെങ്കിൽ 1 മാത്രമാണ്. ഇവിടെ ഇത് 2 തെറ്റാണ്. നാസിസ്റ്റും തെറ്റാണ്, നോസിയയും തെറ്റാണ്. നോസിയയുടെ എന്താണ് എൻ്റെ സ്പെല്ലിങ് വരേണ്ടത്? നാസിസ്റ്റിക് എന്ന് പറയുമ്പോൾ NARCISSISTIC ആണ് നാസിസ്റ്റിക്കിന്റെ സ്പെല്ലിംഗ് വരേണ്ടത്. SSI ഉണ്ട്. ഇവിടെ എന്താണ്? NARSCI ഇവിടെ വരെ ശരിയാണ്. SSIS ആണ് വരേണ്ടത്. SC എന്നാ തന്നിരിക്കുന്നത്, ഇവിടെ SS ആണ് വരേണ്ടത്. ഓക്കെ, ഇനി അതേപോലെ നോസിയ എന്താണ്? നോസിയ എന്ന് പറയുന്നത് NAUSEOUS ആണ്. NAUS ഉണ്ട്. ഇവിടെ I അല്ല വേണ്ടത്. എന്തായിരുന്നു? EOUS ആയിരുന്നു നോസിയസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റാം അല്ലെ. ഹി ഹാസ് സെഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് സെയ്സ് ആയതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ടെൻസ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഐ ഹാവ് എ ബൈസിക്കിൾ എന്നുള്ളത് നമ്മൾ എന്താക്കി മാറ്റണം അല്ലെ? ഹി എന്നുള്ളത്. അപ്പൊ എന്ത് വേണം? ഹാസ് ആയിരിക്കണം വരേണ്ടത്. ഹാവ് എന്നുള്ളത് ഹാസ് ആവണം. അപ്പോൾ ഇവിടെ എന്ത് വരണം? ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഏതാണ്? ഹി ഹാഡ് ടോൾഡ് മീ. ഇവിടെ അതല്ല അല്ലെ, ഹാഡ് വരണ്ട. കാര്യം എന്താണ്? അതിന് നമുക്ക് ടെൻസ് മാറ്റണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ് വരേണ്ടത്? ഓപ്ഷൻ ബി ആണ്. ഹി ഹാസ് ടോൾഡ് മീ ദാറ്റ് ഹി ഹാസ് എ ബൈസിക്കിൾ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഹി ഹാസ് ടോൾഡ് മീ എന്നോട് പറഞ്ഞു എന്തെന്നാൽ ഹി ഹാസ് എ ബൈസിക്കിൾ. ഐ വന്നതുകൊണ്ടാണ് ഇവിടെ ഹാവ് വന്നത്. അപ്പോൾ ഇവിടെ എന്ത് വേണം? ഹി ഹാസ് എ ബൈസിക്കിൾ എന്ന് വേണം. ഓക്കെ ആണല്ലോ. Which of the following statement is true with regard to the sentence? Walk quickly or you will not reach the railway station in time. എന്താ? വേഗത്തിൽ നടക്കുക എന്നാ പറയുന്നത് അല്ലെ. You will not reach the railway station on time. നീ അല്ലെങ്കിൽ എന്ത് പറ്റും? നീ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് ടൈമിൽ എത്തില്ല.
ഇവിടെ നമുക്ക് എന്താണ് രണ്ടും എന്താണ് ഒരു കംപ്ലീറ്റ് മീനിങ് ഉണ്ടല്ലേ. വാ ക്വിക്ലി നമുക്ക് എന്താണ് അല്ലെ പെട്ടെന്ന് നടക്കാന്ന് പറയാം. യു വിൽ നോട്ട് റീച്ച് റെയിൽവേ സ്റ്റേഷൻ ടൈം, അതും എന്താണ് അത് മാത്രമായിട്ട് പറഞ്ഞാലും എന്താണ് ഈ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തില്ല അങ്ങനെ പറഞ്ഞാലും എന്താണ് അവിടെ കറക്റ്റ് മീനിങ് ഉണ്ട്. കംപ്ലീറ്റ് മീനിങ് ഉള്ള രണ്ട് സെന്റൻസിനെയാണ് പറയുന്നത്. അതായത് ഇവിടെ രണ്ടും മെയിൻ ക്ലോസ് ആണ്. ഓക്കെ, ആ രണ്ട് മെയിൻ ക്ലോസ് ഉള്ള സെന്റൻസുകളെ പറയുന്ന പേരാണ് എന്ത് കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് മെയിൻ ക്ലോസും ഉണ്ട്, ആ സെന്റൻസ് കോമ്പൗണ്ട് ആണ്. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി 1 and 2 ആണ്. ഈ കോമ്പൗണ്ട് സെന്റൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആൻഡ് ചേർത്തായിരിക്കും അതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഓറ് ചേർത്തായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ബഡ്സോ ചേർത്ത് കണക്ട് ചെയ്തിരിക്കും. ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന വേർഡ്സ് ആണെങ്കിൽ അതിനെ കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയാനായിട്ട് പറ്റും. ഇനി എന്താണ് കോംപ്ലക്സ്? ഇവിടെ കോംപ്ലക്സ് പറയുന്നുണ്ടല്ലോ. കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു മെയിൻ ക്ലോസും ഉണ്ടാകും, ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടാകും അല്ലെ. എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം അത് നടന്നില്ലെങ്കിൽ ഇത് വരില്ല അല്ലെ, അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് പറയത്തില്ല, അതിനെയാണ് നമ്മൾ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ രണ്ടിനും എന്താണ് കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുമ്പോൾ രണ്ടിനും എന്താണ് പൂർണ്ണ അർത്ഥം ഉണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഐഡന്റിഫൈ ദ പ്ലൂറൽ ഫോം. ഏതൊക്കെയാണ് പ്ലൂറൽ ഫോംസ് എന്ന് പറയുന്നത്? ഇവിടെ ഇതെല്ലാം പ്ലൂറൽ ഫോംസ് ആണ്. അപ്പോൾ ഒന്ന് പഠിച്ചു വയ്ക്കുക. സിനോപ്സിസം, പപ്പരാസി, സിംപോസിയ, ഇതെല്ലാം എന്താണ് പ്ലൂറൽ ഫോം ആണ്. ഇനി ഇത് കുറച്ച് നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ പറയുന്നതാണ് റേഡിയസ്. എന്താണ് റേഡിയസിന്റെ പ്ലൂറൽ ഫോം എന്ന് പറയുന്നത്? റേഡിയൈ അല്ലെ, റേഡിയൈ. പിന്നെ ഫോക്കസ്, എന്താണ് പ്ലൂറൽ ഫോം എന്ന് പറയുന്നത്? ഫോസി എന്ന് പറയും. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ക്രൈറ്റീരിയൻ. ക്രൈറ്റീരിയന്റെ എന്താണ് പ്ലൂറൽ ഫോം ആയിട്ട് വരേണ്ടത്? ക്രൈറ്റീരിയ എന്ന് വരും, ക്രൈറ്റീരിയ. ഓക്കെ, ഇനി എന്താണ് അലൂമിനസ്? അലൂമിനസ് എന്ന് പറയുമ്പോൾ എന്താണ് വരേണ്ടത്? അലൂമിനി. സിംബോസിയം, സിംബോസിയം ആണ് എന്ത് വരേണ്ടത്? സിംബോസിയ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. പിക്ക് ദ വേർഡ്സ് ഓപ്പോസിറ്റ് ടു ദ വേർഡ് ഇൻ ഇറ്റാലിക്സ്. ഇവിടെ ഇറ്റാലിക്സിൽ തന്നിരിക്കുന്നത് എൻഡാവ് എന്ന് പറയുന്ന ഒരു മീനിങ് ആണ്. എൻഡാവ് എന്താണ്? ദ ഗ്രേറ്റസ്റ്റ് എവിൽ വിച്ച് ഫോർച്ചുനേറ്റ് ക്യാൻ ഇൻഫ്ലിസിറ്റ് ഓൺ മെൻ ഈസ് ടു എൻഡാവ് ദം വിത്ത് എ സ്മോൾ ടാലന്റ് ആൻഡ് ഗ്രേറ്റ് അംബിഷൻ എന്ന് പറയുന്നത്. അതായത് എന്താണ്? അതായത് മനുഷ്യന്റെ ശാപം എന്ന് പറയുന്നത് ചെറിയ കഴിവുകളും വലിയ വലിയ ആഗ്രഹങ്ങളും ഉള്ളതാണെന്നൊക്കെ, അങ്ങനെ എന്തോ ഒരു മീനിങ് ആണ് ഇതിന് വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? ഈ ഒരു എൻഡാവ് എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് അല്ലെ. എൻഡാവ് എന്ന് പറയുമ്പോൾ അതിന്റെ അതായത് നൽകുക, നൽകപ്പെട്ട എന്നുള്ള ആ ഒരു മീനിങ് ആണ്. അപ്പൊ ഇവിടെ എന്താണ് വേണ്ടത്? ഡൈവസ്റ്റ് ആണ്. ഡൈവസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇല്ലാതാക്കുക എന്നുള്ള മീനിങ് ആണ്. അപ്പൊ ഇതാണ് അവിടെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സിനോണിം അല്ല വേണ്ടത്, നമുക്ക് ആന്റോണിം ആണ്. അപ്പൊ ഇവിടെ ഏതാണ്? രണ്ടാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോ. എൻഡാവ് ഓപ്പോസിറ്റ് ആണ് എന്ത്? ഡൈവസ്റ്റ് എന്നുള്ളത്. ചിലപ്പോൾ ഇനി കയറി ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, എൻഡാവ് എന്ന് പറഞ്ഞാൽ നൽകപ്പെട്ട, ഡൈവസ്റ്റ് എന്ന് പറയുമ്പോൾ ഇല്ലാതാക്കുക എന്നുള്ള മീനിങ് ആണ്. Choose the appropriate form of the verb. Lada's career would have been ruined if she the പ്രൊമോഷൻ ടെസ്റ്റ്. എന്താണ് ഇവിടെ നമുക്കറിയാം? വുഡ് ഹാവ് വന്നിട്ടുണ്ട്. വുഡ് ഹാവ് V3 ആണ് വന്നിരിക്കുന്നത്. വുഡ് ഹാവ് V3 ആണെങ്കിൽ നമുക്ക് എപ്പോഴും അറിയാവുന്ന കാര്യമാണ് ഇഫ് ക്ലോസിൽ എന്തായിരിക്കണം? ഹാഡ് V3 ആയിരിക്കണം. നമ്മൾ അങ്ങനെയല്ലേ പഠിക്കുന്നത്? ഹാഡ് V3 ഇഫ് ക്ലോസിൽ ഹാഡ് V3 വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ്? മെയിൻ ക്ലോസിലേക്ക് വരുമ്പോഴേക്കും സബ്ജക്റ്റ് വേണം, അല്ല എന്താണ്? ഒന്നുകിൽ കുഡ് ഹാവ് V3 അല്ലെങ്കിൽ ഷുഡ് ഹാവ് V3, മൈറ്റ് ഹാവ് V3 അല്ലെ. കുഡ്, ഷുഡ്, മൈറ്റ്, വുഡ്, ഇത് നാലും വരണം പ്ലസ് ഹാവ് V3 ആണ് വരേണ്ടത്. അപ്പൊ ഇവിടെ ഏതാണ് വരേണ്ടത് നോക്കിക്കേ. ഇവിടെ വുഡ് ഹാവ് V3 തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇപ്പുറത്തേക്കാണ് വേണ്ടത്. ഹാഡ് V3 വേണം. ഹാഡ് V3 ഉള്ള നോക്കിക്കേ ഓപ്ഷൻ 3 ആണ്. ഹാഡ് V3 കണ്ടോ? ഹാഡ് നോട്ട് പാസ്ഡ്. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് വരേണ്ടത്? ഓൺലി 3 ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. Correct the sentence. She must either be a novelist or playwright. നോക്കിക്കേ, she must be either a novelist or a playwright. She must either be a novelist or be a playwright. She must be a novelist or a playwright. ഇവിടെ ഇത് തെറ്റാണ്. ഇത് രണ്ടും ഇവിടെ ശരിയാണ്. അതായത് നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത് പറയാണ് അല്ലെ. എയ്തർ ഓർ, അതേപോലെ തന്നെ നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ്? നെയ്തർ നോർ, വെദർ ഓർ എന്നൊക്കെ പറഞ്ഞ് കണക്ട് ചെയ്യുമ്പോഴേക്കും നമുക്കിവിടെ ഇങ്ങനെ പറയാം. ഷീ മസ്റ്റ് ബി എയ്തർ എ നോവലിസ്റ്റ് അല്ലെങ്കിൽ ഷീ മസ്റ്റ് എയ്തർ ബി എ നോവലിസ്റ്റ് ഓർ ബി എ പ്ലേ റൈറ്റ് എന്ന് പറയാം. സോ ഇവിടെ ആൻസർ വരേണ്ടത് 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓൺലി 1 and 2 ആർ കറക്റ്റ് എന്നുള്ളതാണ്.
നെക്സ്റ്റ് നമ്മുടെ മലയാളത്തിലേക്ക് വരാം. പദജോഡികളിൽ രണ്ടും ശരിയായത്, രണ്ടുമാണ് നമുക്ക് വേണ്ടത്. നോക്കിക്കേ, സ്വപരിശ്രമം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പരിശ്രമം, അതിനെ തന്നെ പറയുന്ന പേരാണ് സ്വയം പരിശ്രമം. അതിവിടെ രണ്ടും ശരിയാണ്. സ്വപരിശ്രമം സ്വയപരിശ്രമം അത് തെറ്റാണ്. സ്വയം പരിശ്രമം സ്വയപരിശ്രമം അതും തെറ്റാണ്. ഇവിടെ എന്താ പറയേണ്ടത്? ഒന്നുകിൽ സ്വപരിശ്രമം എന്ന് പറയാം, അല്ലെങ്കിൽ സ്വയം പരിശ്രമം എന്ന് പറയാം. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗതിയും വിഭക്തിയും ചേർന്ന മിശ്ര വിഭക്തിക്ക് ഉദാഹരണം. അതായത് ഇവിടെ ആൻസർ വരേണ്ടത് അയാൾ മരത്തിൽ നിന്നു വീണു. നമുക്കറിയാം ഇവിടെ എന്താണ് വിഭക്തി അല്ലെ. വിഭക്തി എന്ന് പറയുമ്പോൾ നമുക്ക് നാമത്തോട് ചേർന്ന് വരുന്നതാണ്. നമുക്ക് 7 വിഭക്തികൾ നമുക്ക് പഠിക്കാറുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? നിപ്രസം അല്ലെ, അങ്ങനെ പഠിക്കുന്നില്ലേ? നിപ്രസം, ഉപ്രസം, ആന്ന് പഠിക്കും അല്ലെ. ഇങ്ങനെയല്ലേ നമ്മൾ വിഭക്തി പഠിക്കുന്നതിന്റെ കൂടെ നിപ്രസം ഉപ്രസം ആന്ന് പറയും. നിപ്രസത്തിന്റെ ഇതിനെന്താണ്? പ്രത്യയമില്ല അല്ലെ, പ്രത്യയമില്ല. ഇവിടെ എന്താണ്? നമുക്ക് എക്സാമ്പിൾ പറയാം, മകൻ, അതിന് പ്രത്യയമൊന്നുമില്ല. ഇനി നിപ്രസം ഉപ്രസം എന്ന് പറയുമ്പോൾ ഇവിടെ പ്രാ എന്ന് പറയുമ്പോൾ എന്താണ് വരേണ്ടത്? ഇത് പ്രതിഗ്രാഹികയാണ്, പ്രതിഗ്രാഹിക. ഇതെന്താണ്? നിർദ്ദേശികയാണ്, നിർദ്ദേശിക, പ്രതിഗ്രാഹിക. അടുത്ത എന്താണ്? സംയോജിക, സംയോജിക. പിന്നെ എന്താണ്? ഉദ്ദേശിക. ഇവിടെ എന്താണ്? പ്രയോജിക. ഇവിടെ എന്തുവരും? സംബന്ധിക. ഇതൊക്കെയാണ് നമ്മുടെ വിഭക്തികൾ എന്ന് പറയുന്നത്. നമുക്ക് 7 വിഭക്തികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ എന്ന് പറയുന്നത് ആധാരികയാണ്. നിപ്രസം ഉപ്രസം അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി, പ്രത്യയമില്ല അല്ലെ ഇതിന്. ഇനി പ്രതിഗ്രാഹികയുടെ പ്രത്യയം എന്ന് പറയുന്നത് എ ആണ്. ഇവിടെ എന്ത് പറയാം നമുക്ക്? മകനെ. മകനെ എന്ന് പറയുന്നത് എന്താണ്? അവിടെ എ എന്ന് പറയുന്ന പ്രത്യയമാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് സംയോജികയാണ്. സംയോജിക എന്ന് പറയുമ്പോൾ പ്രത്യയം എന്താണ്? ഓട് എന്ന് വരും. ഓക്കെ, ഓട്, അതാണ് പ്രത്യയം. അവിടെ നമുക്ക് എന്ത് പറയാം? മകനോട്. മകനോട് എന്നുള്ളതാണ് അവിടെ പ്രത്യയമായിട്ട് വരേണ്ടത്. ഇനി ഉദ്ദേശിക. ഉദ്ദേശികക്ക് എന്താണ്? ക്ക് വരും, ന് വരും, ക്ക് ന് വരും. അതായത് എന്ത് പറയാം? മകന് അല്ലെ. പിന്നെ എന്ത് പറയാം? മകൾക്ക് എന്നൊക്കെ പറയാം. ഓക്കെ, ഇനി പ്രയോജിക. പ്രയോജികയുടെ പ്രത്യയം എന്താണ്? ആൽ കൊണ്ട്. ആൽ കൊണ്ട്. നമ്മൾ എന്താ പ്രത്യയമില്ല, എയോട് കിന് ആലോ, അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത്. ആൽ കൊണ്ട്. എന്താണ് പറയുന്നത്? മകനാൽ, മകനാൽ എന്നൊക്കെ വരും. സംബന്ധിക. അടുത്ത സംബന്ധികയാണ്. സംബന്ധികയ്ക്ക് എന്താണ്? ഇന്റെ ഉടയാണ്, ഇന്റെ ഉടേ. മകൻ എന്താ വരും? മകന്റെ, മകളുടെ എന്ന് വരും. ആധാരികയ്ക്ക് എന്താണ്? ഇല്ലും കല്ലുമാണ്, ഇൽ കൽ. ഓക്കെ, അവിടെ എന്ത് വരും? മകനിൽ. അപ്പൊ ഇവിടെ എന്താണ്? മരത്തിൽ നിന്നു വീണു. ഇവിടെ ഇതാണ് നമ്മുടെ ഗതിയും വിഭക്തിയും ചേർന്ന മിശ്ര വിഭക്തി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വരേണ്ടത് ഏതാണ്? അയാൾ മരത്തിൽ നിന്നു വീണു എന്നുള്ളതാണ്. നമുക്ക് പറയാം, നാട്ടിൽ വെച്ചു കണ്ടു, വടി കൊണ്ട് അടിച്ചു, ജനലിലൂടെ നോക്കി എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ജാമാതാവ് എന്ന പദത്തിന്റെ അർത്ഥം എന്താ? ജാമാതാവ് ആരാണ്? ജാമാതാവ് നമ്മൾ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട്. മകളുടെ ഭർത്താവിനെയാണ് നമ്മൾ ജാമാതാവ് എന്ന് പറയുന്നത് അല്ലെ. ഇനി ഭാര്യയുടെ മാതാവുണ്ട്, അതേപോലെ തന്നെ എന്താണ്? ഭർത്താവിന്റെ മാതാവ്, വളർത്തം. ഇത് തന്നിരിക്കുന്നത് എന്താണ്? ജാമാതാവ്. നമ്മൾ സ്ത്രീലിംഗം പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ജാമാതാവ്? സ്നുഷ നമ്മൾ പഠിക്കുന്നതാണ്. പുത്രന്റെ ഭാര്യയാണ് എന്ത് പറയുന്നത്? സ്നുഷ എന്ന് പറയുന്നത്. അപ്പൊ മകളുടെ ഭർത്താവാണെങ്കിൽ എന്ത് പറയും? അതിനെ ജാമാതാവ് എന്ന് പറയും. അതേപോലെ തന്നെ നമ്മൾ പറയുന്നതാണ് ശ്വശ്രു. ആരാണ് ശ്വശ്രു എന്ന് പറഞ്ഞാൽ? അതായത് ഭാര്യയുടെയോ ഭർത്താവിന്റെയോ അമ്മയെ പറയുന്നതാണ് എന്ത്? ശ്വശ്രു എന്ന് പറയുന്നത്. ഓക്കെ, പിതാമഹൻ എന്ന് പറയുമ്പോൾ ആരാണ്? അച്ഛന്റെ അച്ഛനാണ് പിതാമഹൻ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഭാര്യയുടെ പിതാവ് അല്ലെങ്കിൽ ഭർത്താവിന്റെ പിതാവിനെ പറയുന്ന പേരെന്താണ്? ശ്വശ്വരനാണ്. ശ്വശ്വരൻ, ശ്വശ്രു. ശ്വശ്രു എന്ന് പറഞ്ഞാൽ അമ്മയാണ്. ശ്വശ്വരൻ എന്ന് പറയുമ്പോൾ ഭാര്യയുടെ, അല്ലെങ്കിൽ നമ്മൾ അമ്മായി അച്ഛൻ അമ്മായി അമ്മ പറയത്തില്ലേ, സെയിം തന്നെയാണ്. അമ്മായി അമ്മയ്ക്കാണ് ശ്വശ്രു എന്ന് പറയുന്നത്, അമ്മായി അച്ഛനെയാണ് നമ്മൾ ശ്വശ്വരൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഭാഗിനേയി. എന്താണ്? ആരാണ് ഭാഗിനേയി എന്ന് പറയുന്നത്? സഹോദരിയുടെ മകളാണ്, സഹോദരിയുടെ മകൾ. നമ്മൾ അനന്തരവള എന്നൊക്കെ പറയില്ലേ, അതിന് തന്നെയാണ് ഭാഗിനേയി എന്ന് പറയുന്നത്. അപ്പൊ സഹോദരിയുടെ മകനാണെങ്കിൽ എന്ത് പറയും? ഭാഗിനേയൻ പറയും, ഭാഗിനേയൻ. ഓക്കെ, ഉത്കൃഷ്ടം എന്ന പദത്തിന്റെ വിപരീതാർത്ഥം വരുന്ന പദജോടി. ഉത്കൃഷ്ടത്തിന്റെ ഓപ്പോസിറ്റുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. നികൃഷ്ടവുമുണ്ട്, അപകൃഷ്ടവുമുണ്ട്. നിഷ്കൃഷ്ടമൊന്നുമല്ല. എന്താണ്? നികൃഷ്ടം, അപകൃഷ്ടം എന്നുള്ളതാണ് ഉത്കൃഷ്ടം എന്ന പദത്തിന്റെ വിപരീത പദം. അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണേ രണ്ടും. ആഗമനം ഓപ്പോസിറ്റ് എന്തായിരിക്കും? നിർഗമനമാണ്. ആച്ഛാദനം എന്തായിരിക്കും ഓപ്പോസിറ്റ്? അനാച്ഛാദനം അല്ലെ. അനാച്ഛാദനം അതെങ്ങനെയാണ് എഴുതേണ്ടത്?
അനാച്ഛാദനം. അനാച്ഛാദനം ചെയ്തു എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്, അനാച്ഛാദനം. ഓക്കെ. അർത്ഥത്തിൽ സാമ്യമുള്ള പദജോടി എഴുതുക. അർത്ഥത്തിൽ സാമ്യമുള്ളതിനെ ഏതാണ്? ഉന്മൂലനവും ഉന്മാർജനവുമാണ്. ഉന്മീലനമല്ല, ഉന്മൂലനവുമുണ്ട് ഉന്മാർജനവുമുണ്ട്. ഓക്കെ. അങ്ങനെയുള്ള നമ്മൾ കുറേ പഠിക്കുന്നുണ്ട്. ഉന്മൂലനം, ഉന്മീലനം. ഉന്മൂലനം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണമായും നശിപ്പിക്കുക എന്നുള്ളതാണ് ഉന്മൂലനം. ഉന്മൂലനം ചെയ്യുക, നശിപ്പിച്ച് കളയുക. ഉന്മീലനം എന്താണ്? ഉന്മീലനം എന്ന് പറഞ്ഞാൽ കണ്ണ് തുറക്കുക, ഓപ്പൺ ആകുക എന്നുള്ള മീനിങ് ഇല്ലേ? തുറക്കുക, വിടരുക എന്നുള്ള മീനിങ് ആണ് ഉന്മീലനം വരുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ഗുരു എന്ന പദത്തിന്റെ സ്ത്രീലിംഗം. ഗുരു നമ്മളെപ്പോഴും പഠിക്കുന്നതാണ്. ഗുരു ഗുർവിയാണ്. ഗുരു ഗുർവി. ശിഷ്യൻ, ശിഷ്യ. പിന്നെ എന്താണ്? കവി, കവയിത്രി. എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? കവ, യാവള്ളി, താവള്ളി. അതങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി, പിന്നെ തെറ്റില്ല. അധ്യാപകൻ, അധ്യാപിക. പിന്നെ ആരാണ്? ജനയിതാവ്. എന്താണ് അതിന്റെ സ്ത്രീലിംഗം വരുന്നത്? ജനയിത്രി. പിന്നെ നമ്മളിപ്പോ പറഞ്ഞല്ലോ എന്ത്? ശ്വശുരൻ. ശ്വശുരൻ. എന്താണ് വരേണ്ടത്? ശ്വശ്രു അല്ലെ? അമ്മായച്ചൻ, അമ്മായിയമ്മ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. സുഷുപ്തി ഈ പദം എങ്ങനെ ഘടകങ്ങളായിട്ട് തിരിക്കാമെന്നാ ചോദിക്കുന്നത്. സുഷുപ്തി എങ്ങനെയാണ്? സു പ്ലസ് സുപ്തിയാണ് സുഷുപ്തി. പഠിച്ചു വെക്കണേ. സു പ്ലസ് സുപ്തിയാണ് സുഷുപ്തി എന്ന് പറയുന്നത്. രാത്രി, മഞ്ഞൾ, ഇരിപ്പിടം എന്നീ അർത്ഥങ്ങൾ വരുന്ന പദം ഏത്? എന്നീ അർത്ഥങ്ങൾ പറയുന്നത് വസതിക്കാണ്. വസതി. രാത്രി, മഞ്ഞൾ, ഇരിപ്പിടം എന്ന് പറയുന്നത് വസതി. എല്ലാത്തിനും മീനിങ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായതാണ് നമുക്ക് വേണ്ടത്. വൈരുഭ്യം എന്ന് പറയും, വിരൂപത എന്ന് പറയും. വൈരുഭ്യത എന്ന് പറയില്ല. അപ്പൊ ഏതാണ്? വൈരുഭ്യവും ഉണ്ട്, വിരൂപതയുമുണ്ട് ശരിയായിട്ട് വരേണ്ടത്. അത് നമ്മൾ പറയുന്ന മറ്റൊന്നുണ്ടല്ലോ, അടിമത്വമല്ല, അടിമത്തമാണ്. പിന്നെ എന്ത് പറയും? കാട്ടാളത്തമാണ് അല്ലെ? ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്, അടിമത്തം. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ്? വൈരൂപ്യം എന്ന് പറയും, വിരൂപത. ഹാർദവം എന്നല്ല, ഹാർദമായി സ്വാഗതം ചെയ്യുക പറഞ്ഞിട്ടുണ്ട്. കാക്കയുടെ പര്യായ പദങ്ങളിൽ പെടാത്തത്. അപ്പൊ ഏതൊക്കെയാണ് കാക്കയുടെ പര്യായ പദങ്ങൾ? നമുക്ക് പഠിക്കണം. അപ്പൊ അല്ലാത്തതെന്ന് പറയുന്ന കരിയാണ്. കരി നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് അല്ലെ? കരി എന്ന് പറഞ്ഞാൽ ആനയാണെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് ആദ്യം ആനയുടെ പര്യായ പദങ്ങളൊന്ന് നോക്കിയാലോ. ആനയുടെ പര്യായ പദങ്ങൾ ഏറ്റവും നമുക്ക് അറിയാവുന്ന ഗജം അറിയാം അല്ലെ? ഗജമുണ്ട്, കരിയുണ്ട്, ഹസ്തിയുണ്ട്. ഗജം, കരി, ഹസ്തി. പിന്നെ എന്ത് പറയാം നമുക്ക്? വാരണം. ഓക്കെ. വാരണം എന്ന് പറഞ്ഞാൽ ആരാണ്? ആനയാണ്. പിന്നെ നമുക്ക് പറയാം കളഭം ആനയാണ്. ദന്തി ആനയാണ്, ദന്തി. ഓക്കെ. ഇഭം ആനയാണ്, ഇഭം എന്ന് പറഞ്ഞാൽ ആനയാണ്. കുംഭി എന്ന് പറഞ്ഞാൽ ആനയാണ്, കുംഭി. ഓക്കെ. ഗജം, കരി, ഹസ്തി. വാരണം, കളഭം, ദന്തി. പിന്നെ എന്താണ്? ഇപ്പം, കുംഭി. ഇനി നമുക്ക് കാക്കയുടെ പര്യായപദം. അപ്പൊ കാക്കയുടെ നമുക്ക് ഓൾറെഡി നമുക്ക് 3 കിട്ടിയല്ലേ ഇവിടെ. അരിഷ്ടം കാക്കയാണ്, കരടം കാക്കയാണ്, മൗഗലി കാക്കയാണ്. പിന്നെ കാക്കയ്ക്ക് നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊന്നൊക്കെയാണ് കാരവം എന്ന് പറഞ്ഞാൽ കാക്കയാണ്. കരടം നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ്? വായസം എന്ന് പറഞ്ഞാൽ കാക്കയാണ്. നമ്മൾ തൊട്ടു മുമ്പും കണ്ടില്ലേ വായസം? ഇവിടെ ഏതൊരു ക്വസ്റ്റ്യൻ നമ്മൾ അത് ഇവിടെ കണ്ടില്ലേ? വായസം എന്ന് പറഞ്ഞാൽ ആരാണ്? കാക്കയാണ്. പിന്നെ എന്ത് പറയാം? കാരവം പറയാം, വായസം പറയാം. പിന്നെ നമുക്ക് പഠിക്കുന്നതാണ് ബലിബുക്ക് എന്ന് പറഞ്ഞാൽ ആരെയാണ്? കാക്കയാണ്. ബലിബുക്ക്. ഓക്കെ. അപ്പൊ കാരവം, വായസം, ബലിബുക്ക്, അരിഷ്ടം, കരടം, മൗഖലി ഇതെല്ലാം എന്താണ്? കാക്കയുടെ പര്യായ പദങ്ങളാണ്. നെക്സ്റ്റ് നമ്മുടെ മാത്സിലേക്ക് പോകാം. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ 20% വിലക്കുറവിലാണ് സാരി വിറ്റത്. ഓക്കെ. കടയുടമയ്ക്ക് 20% ലാഭം ലഭിക്കുകയും സാരിയുടെ വില 500 രൂപയുമാണെങ്കിൽ മാർക്കറ്റ് വില, അതായത് എത്രയോ രൂപ, 500 രൂപയുടെ സാരി, 500 രൂപയുടെ സാരിക്ക് അയാൾ എന്ത് ചെയ്തു? അയാൾ എത്രയോ ഒക്കെ കൂട്ടിയിട്ടിട്ട് അയാൾ എന്ത് ചെയ്തു? 20% ലാഭം കൊടുത്തു, 20% വിലക്കുറവ് കൊടുത്തു. ഓക്കെ. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? അപ്പോഴും 20% അയാൾ വില കുറച്ചിട്ടിട്ട് പോലും അയാൾക്ക് എന്ത് ലഭിച്ചു? 20% ലാഭം ലഭിച്ചു. അതായത് സാരിയുടെ ഒറിജിനൽ പ്രൈസ് ഇപ്പൊ 100 എങ്കിൽ അയാൾ എന്ത് ചെയ്തു? അതിനെ നമുക്കൊരു 140 രൂപയാക്കി ഇട്ടു. എന്നിട്ട് അയാൾ 20% ലാഭം കൊടുത്തു. 20% ലാഭം കൊടുത്തപ്പോഴും അയാൾക്ക് 20%-ഓളം 20% വില കുറച്ചു കൊടുത്തു. എൻ്റെ 20% എന്ന് പറയുമ്പോൾ 28 വരും. എന്നിട്ടും അയാൾക്ക് 20% ലാഭം കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. 500 രൂപയാണ് സാരിയുടെ വില അല്ലെ? 500 രൂപ സാരിയുടെ വില എന്ന് പറയുമ്പോൾ അതിൻ്റെ അയാൾക്ക് 20%-ആണ് ലാഭം കിട്ടിയിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അയാളുടെ ലാഭം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 × 2 10, 100 രൂപ അയാൾക്ക് ലാഭം കിട്ടി. ഓക്കെ ആണല്ലോ? അത്രയും മനസ്സിലായല്ലോ? 500 രൂപയ്ക്ക് മേടിച്ച സാരി അയാൾക്ക് വിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾക്ക്
അതായത് വിറ്റ വില എത്രയായിരിക്കും അപ്പോൾ അയാൾ വിറ്റ വില എന്ന് പറയുന്നത് 600 രൂപയ്ക്കാണ് അയാൾ വിറ്റത്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ ലേബൽ ചെയ്തിരിക്കുന്ന വില എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 20% വിലക്കുറവിലാണ് വിറ്റത്. അതായത് ഇതാണ് 20% കുറച്ച് വിറ്റത്. അതായത് ഈ പറയുന്നതാണ് 80%. അല്ലെ, 20% കുറച്ചെന്ന് പറയുമ്പോൾ 80%-നാണ് അയാൾ വിറ്റത്. അപ്പൊ നമുക്ക് മനസ്സിലായി 80% എന്ന് പറയുന്നത് ഈ പറയുന്ന 600 രൂപയാണെങ്കിൽ ഈ പറയുന്ന 100% എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 100 × 600/80 എന്ന് വരും. ഓക്കെ, കട്ടായി പോകും. ഇവിടെ എത്ര വരും? 100ഉം 8ഉം കൂടി കട്ടാവുമ്പോൾ എത്ര തവണ വരും? 50. ഇവിടെ 4 വരും. 50ഉം 4ഉം കൂടി കട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ എത്ര വരും? ഇവിടെ 25, ഇവിടെ 2 വരും. ഇനി ഇവിടെ ഇതും ഇതും കൂടി കട്ടാകുമ്പോൾ ഇവിടെ എത്ര വരും? 60 × 60/2 എന്ന് പറയുമ്പോൾ എത്ര വരും? 30 വരും. 25 × 3 എന്ന് പറയുമ്പോൾ 75, 780. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വില. സംഭവം ഇത്രയേ ഉള്ളൂ. 500 രൂപയ്ക്ക് അയാൾ സാധനം മേടിച്ചു. അയാൾ എന്ത് ചെയ്തു? 750 രൂപ അയാൾ എന്ത് ചെയ്തു? മാർക്കഡ് പ്രൈസ് മാർക്ക് ചെയ്തു. എന്നിട്ട് അയാൾ 20% ലാഭം 20% കിഴിവിൽ കൊടുത്തു. അപ്പോൾ 600 രൂപയായി. അപ്പോഴും അയാൾക്ക് എന്ത് ലഭിച്ചു? 100 രൂപ ലാഭം ലഭിച്ചു. ഇതാണ് നമ്മുടെ ഫാക്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ABC എന്നീ 3 ബോക്സുകളിൽ ABC എന്നീ 3 ബോക്സുകളിൽ 5:2:3 എന്ന അനുപാതത്തിൽ പന്തുകൾ അടങ്ങിയിരിക്കുന്നു. ബിയിൽ നിന്ന് 2 പന്തുകൾ എടുത്ത് സിയിലേക്ക് ഇട്ടു. പുതിയ അനുപാതം എന്ന് പറയുന്നത് 3:1:2 ആണ്. ആകെ എത്ര പന്തുകൾ? ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഇതിൽ നിന്ന് 2 പന്തെടുത്ത് ഇങ്ങോട്ടേക്ക് മാറ്റി. പക്ഷേ അപ്പൊ ബിയിലും സിയിലും മാത്രമേ ചേഞ്ച് ഉള്ളൂ. എ എന്ന് പറയുന്നതിന് നമുക്ക് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ആണല്ലോ, മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എ അങ്ങ് സെയിം ആക്കിയാൽ മതി. ഇവിടെ 5 ആണ്, ഇവിടെ 3 ആണ്. എ സെയിം ആക്കാൻ നമ്മൾ ഇതിനെ എന്ത് ചെയ്തു? ഇതിന് മൊത്തത്തിൽ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിച്ചാൽ മതി. ഇതിനെ മൊത്തത്തിൽ എന്ത് കൊണ്ട് ഗുണിക്കണം? 5 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമ്മൾ അനുപാതം എങ്ങനെ കിട്ടും? 15:2 × 3 6, 6:9 എന്ന് വരും. ഇവിടെ എത്ര വരും? 15:5 ഇവിടെ എത്രയാണ്? 8 എന്ന് വരും. അല്ല, 5 × 2 10 എന്ന് വരും അല്ലേ? അതായത് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിന്ന് എടുത്ത് ഇപ്പുറത്തേക്ക് ഇട്ടു. ഇവിടെ നമ്മളിപ്പോൾ പുതിയ യൂണിറ്റ് എന്ന് പറയുന്ന 1 യൂണിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്തു? 1 യൂണിറ്റ് കൂടി. ഇതാണ് ബി, ഇത് സി. നമുക്കറിയാം ബിയിൽ നിന്നാണ് നമ്മൾ ബോൾ എടുത്ത് സിയിലേക്ക് ഇട്ടു അല്ലേ? അതായത് 1 യൂണിറ്റ് ആണ് നമ്മൾക്കിവിടെ ചേഞ്ച് വന്നിരിക്കുന്നത്. എത്ര പന്താണ് മാറ്റിയത്? 2 പന്ത്. ഇപ്പുറത്ത് എന്തേ? 1 യൂണിറ്റ് ഇവിടെ കൂടി, ഇവിടെ 1 യൂണിറ്റ് കുറഞ്ഞു. അത് തന്നെയല്ലേ നമ്മൾ ചെയ്തു. ഇവിടെ 5 എടുത്ത് അപ്പുറത്തേക്ക് 5 ഇട്ടു. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2 ബോളാണ് 1 യൂണിറ്റ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആകെ ബോളുകളുടെ എണ്ണമാണ്. ആകെ ബോൾ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇവിടുത്തെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ 15 + 5 + 10 എന്ന് വരും. 15 5 20, 20 10 30 യൂണിറ്റ് ആണ് ടോട്ടൽ ഉള്ളത്. 1 യൂണിറ്റ് 2 ആണെങ്കിൽ 30 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30 × 2 60 ബോൾസ് ആണ് ടോട്ടൽ ഉണ്ടായിരുന്നത്. ഓക്കെ, 60 ബോളുകൾ. നെക്സ്റ്റ് നോക്കാം. ജോണിക്ക് 40 ദിവസം കൊണ്ടും വർക്കാൻ ടൈമാണ്. ജോണിക്ക് 40 ദിവസം, രാജുവിന് 48 ദിവസം, ബോബിക്ക് 60 ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കാൻ കഴിയും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഇവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. ഇതിൻ്റെ LCM കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 240 വരും. 128 അല്ല, 240 വരും. ഇങ്ങനെയാണ് LCM കണ്ടുപിടിക്കാൻ അറിയാലോ അല്ലേ? 40 48 60 ചെയ്യുക. LCM കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും എളുപ്പം നമുക്ക് 2 കൊണ്ട് ചെയ്യുമ്പോഴേക്കും നമുക്കിവിടെ എങ്ങനെ വരും? 20 24 ഇവിടെ 30 വരും. എഗെയിൻ നമുക്കിതിനെ 2 കൊണ്ട് ചെയ്യാൻ പറ്റും. 10 12 15 വരും. എഗെയിൻ നമ്മളിതിനെ 2 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും? 5 6 15 എന്ന് വരും. ഇനി നമുക്കിതിനെ 3 കൊണ്ട് ചെയ്യാൻ പറ്റും. 5 5 2 ഇവിടെ എത്ര വരും? 3 15 എന്ന് വരും. ഓക്കെ, എഗെയിൻ ഇതിനെ നമുക്ക് 5 കൊണ്ട് ചെയ്യാം അല്ലേ? അപ്പോൾ എത്ര? 1 2 1. ഇനി LCM കണ്ടുപിടിക്കുക. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 240 കിട്ടും. അപ്പോൾ ഇതാണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഈ 60നെ 240ലേക്ക് എത്തിക്കാനായിട്ട് എത്ര കൊണ്ട് ഗുണിക്കണം? 60 240 എന്ന് പറയുമ്പോൾ 6 4 24 അല്ലേ? 4 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ 48 × 5 ആണ് 240. ഇവിടെ എന്ത് ചെയ്യണം? 40 × 6 ആണ് 240. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോരുത്തരുടെ എഫിഷ്യൻസി കിട്ടി. ജോണിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്ന 6 ആണ്. അടുത്ത രാജുവിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5 ആണ്. ബോബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, ഇനി ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഇത്രയുമാണ് ഇവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് 4 പേരും കൂടി ഒരുമിച്ച് ജോലി ചെയ്തു. ഓക്കെ, 4 പേരും കൂടി ഒരുമിച്ച് 5
ജോണിയുണ്ട്, രാജു ഉണ്ട്, ബോബി ഉണ്ട്. ഒരുമിച്ച് അവർ ജോലി ചെയ്തു. അപ്പൊ ഇവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ജോണിയുടെ എഫിഷ്യൻസി 6, 5, 4. എത്ര ദിവസം ജോലി ചെയ്തു? 4 ദിവസം ജോലി ചെയ്തു. 4 days ആണ്. അതായത് 6, 4, 10, 10, 5, 15 ഇവിടുത്തെ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് അല്ലെ. ഈ 15 എഫിഷ്യൻസി കൊണ്ട് ഇവർ 4 ദിവസം ജോലി ചെയ്തു. 15 × 4 എന്ന് പറയുന്നത് 60 ആണ്. ഓക്കെ, 60 ജോലി അവർ തീർത്തു. മൊത്തമുള്ള ജോലി 240 ആണ്. അതിൽ 60 ജോലി കഴിഞ്ഞു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. തുടർന്ന് രാജു പോയി അല്ലെ. അതിനുശേഷം ജോണിയും ബോബിയും 12 ദിവസം ജോലി ചെയ്തു. അപ്പൊ ആദ്യം അവരിങ്ങനെ ചെയ്തിട്ട് 4 ദിവസം കഴിഞ്ഞപ്പോൾ രാജു പോയി. പിന്നെ ആരൊക്കെയുണ്ട്? ജോണിയും ഉണ്ട്, ബോബിയും ഉണ്ട്. ജോണിയുടെ എഫിഷ്യൻസി 6 ആണ്, ബോബിയുടെ എഫിഷ്യൻസി 4 ആണ്. അപ്പൊ എത്രയാണ് ഇവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്? ടോട്ടൽ 10 ആണ്. ഈ 10 എഫിഷ്യൻസി കൊണ്ട് അവർ 12 ദിവസം ജോലി ചെയ്തു. അതായത് 120 ദിവസമായി അല്ലെ. 10 × 12 എന്ന് പറയുമ്പോൾ 120 ദിവസമല്ല, 120 വർക്കായി. ഇനി എന്താണ്? 12 ദിവസത്തിന് ശേഷം ജോണി പോയി. പിന്നെ ആരുണ്ട്? ബോബി മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി എത്ര വർക്ക് ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. അതായത് 180 ആണ് ഇപ്പൊ നമ്മൾ ചെയ്ത വർക്ക്. ടോട്ടൽ വർക്ക് ആകെയുള്ള ജോലി 240 ആണ്. അതിൽ 180 ജോലി കഴിഞ്ഞിട്ടുണ്ട്. സോ ബാക്കി വരേണ്ടത് എത്രയാണ്? 60 ജോലി കൂടി ബാക്കിയുണ്ട്. ഈ 60 ജോലി ആര് ചെയ്യണം? ബോബി ഒറ്റയ്ക്ക് ചെയ്യണം അല്ലെ. അപ്പൊ ബോബി 60 ജോലി ചെയ്യണം. ബോബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 4 ആണ്. 60/4 എന്ന് പറയുന്നത് 15 ആണ്. അതായത് ബോബി ഒറ്റയ്ക്ക് ഇനി 15 ദിവസം കൂടി ജോലി ചെയ്താലേ ആ ജോലി എന്താകുള്ളൂ? പൂർത്തിയാകുള്ളൂ. എഫിഷ്യൻസി വെച്ച് ചെയ്യുന്നതായിരിക്കും ഇങ്ങനത്തെ പ്രോബ്ലംസിൽ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചു, ഓരോരുത്തരുടെ എഫിഷ്യൻസി കണ്ടുപിടിച്ചു. 3 പേരുടെയും കൂടി എഫിഷ്യൻസി 15 ആണ്. അങ്ങനെ അവർ 4 ദിവസം ചെയ്തു. പിന്നെ രാജു പോയി. പിന്നെ ജോണിയും ബോബിയും മാത്രമായി. അവർ 12 ദിവസം ജോലി ചെയ്തു. ഓക്കെ, ടോട്ടൽ അപ്പം മൊത്തം 240-ൽ 180 ജോലി കഴിഞ്ഞു. പിന്നെ ഉള്ളത് 60 ജോലിയാണ്. ഈ 60 ജോലി ആരൊറ്റയ്ക്ക് ചെയ്തു? ബോബി ഒറ്റയ്ക്ക് ചെയ്തു. അപ്പോൾ ഉള്ള ആൻസർ എന്ന് പറയുന്നത് 15 ദിവസമാണ്. 2 കുട്ടികൾ ക്ലാസ് വിട്ടപ്പോൾ ഒരു ക്ലാസ്സിലെ 20 വിദ്യാർത്ഥികളുടെ ശരാശരി ഭാരം 1 കിലോഗ്രാമായി വർദ്ധിച്ചു. ഓക്കെ, ശരാശരിയുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇവരുടെ ശരാശരി എന്ന് പറയുന്നത് നമുക്കറിയില്ല. ശരാശരിയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ശരാശരി നമുക്ക് x ആക്കി എടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ തുക എന്ന് പറയുന്ന 20 കുട്ടികളുടെ ശരാശരി തന്നിട്ടുണ്ടെങ്കിൽ 20x ആയിരിക്കും അല്ലെ. അതെന്ന് പറയുന്നത് എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? 2 കുട്ടികൾ പോയി. ഇവിടെ നിന്ന് 2 കുട്ടികൾ പോകുമ്പോൾ അവരുടെ ശരാശരി 60. 2 പേരുടെ ശരാശരി 60 ആണെങ്കിൽ ടോട്ടൽ എത്രയായി? 120 ആയി. അപ്പൊ ഇതിൽ നിന്ന് 120 അങ്ങ് ടോട്ടൽ, അതായത് ആകെ തുകയല്ലേ നമ്മൾ ഈ പറയുന്നത്. 20x എന്ന് പറയുന്ന ആകെ തുകയാണ്. അതിൽ നിന്ന് നമ്മൾ 120 അങ്ങ് മൈനസ് ചെയ്തു. അപ്പൊ എന്തായെന്നാ പറഞ്ഞിരിക്കുന്നത്? ശരാശരി 1 കിലോഗ്രാം വർദ്ധിച്ചു. അപ്പൊ ഇപ്പൊ എത്ര പിള്ളേരുണ്ട്? 18 പിള്ളേരുണ്ട്. 2 പേര് പോയി കഴിഞ്ഞപ്പോൾ 18 പിള്ളേരിലെ ശരാശരി x ആയിരുന്നു. അതെന്തായിട്ട് മാറി? 1 കൂടി. ഓക്കെ, ശരാശരി ഇൻറ്റു എണ്ണമാണ് എന്ത്? തുക എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതിനെ സോൾവ് ചെയ്താൽ മതി. നമ്മൾ ഇവിടെ 20x എന്ന് വരും. ഇവിടെ എന്ത് വരും? -120 എന്ന് പറയുന്നത് 18x + 18 എന്ന് വരും. ഇവിടെ എന്താണ്? 20x - 18x എന്ന് വരും. ഇവിടെ എത്ര വരും? 18 + 120 എന്ന് വരും. 2x എന്ന് പറയുന്നത് 138 ആണെങ്കിൽ x എന്ന് പറയുന്നത് 138/2 എന്ന് വരും. 69 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. എക്സിന്റെ 40% y ആയിരിക്കട്ടെ. x + y എന്നത് ഇസഡിന്റെ 70% ആകട്ടെ. അപ്പോൾ y എന്നത് ഇസഡിന്റെ എത്ര പെർസെൻറ്റേജ് ആണ്? ഇവിടെ നമുക്ക് പെർസെൻറ്റേജിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? എക്സിന്റെ 40% y. അപ്പൊ നമ്മൾ എക്സിന് നമ്മൾ എന്ത് ചെയ്യാം? പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 100 ആക്കി എടുത്താൽ y എന്ന് പറയുന്നത് എത്രയായിരിക്കും? 40 ആയിരിക്കും. എക്സിന്റെ 40% അല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. x + y. അപ്പൊ x + y എന്ന് പറയുന്നത് 140 ആണ്. x + y എന്നത് ഇസഡിന്റെ 70%. ഓക്കെ, ഇസഡിന്റെ 70% ആണ് എന്ത്? x + y, അതായത് 140. അങ്ങനെയാണെങ്കിൽ ഇസഡിന്റെ 100% എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഇതല്ലേ കണ്ടുപിടിക്കണ്ട. ക്രോസ് ചെയ്യുക. 2 എണ്ണം ഉള്ളതിനെ മുകളിൽ എഴുതുക, ഒരെണ്ണം ഉള്ളതിനെ താഴെ എഴുതുക. കട്ടായി പോകും. ഇവിടെ ഇതും കൂടി കട്ടായി പോകും. 2 200. ഓക്കെ ആണല്ലോ. അപ്പൊ എക്സ് നമുക്ക് കിട്ടി 100 ആണെന്ന്, y നമുക്ക് കിട്ടി 40 ആണെന്ന്, ഇസഡ് നമുക്ക് കിട്ടി 200 ആണെന്നുള്ളത്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? y എന്നത് ഇസഡിന്റെ എത്ര ശതമാനം? y എന്നത് ഇസഡിന്റെ എത്ര ശതമാനം വെച്ചാൽ ഇസഡ് എത്രയാണെന്ന് എഴുതുക, ഇൻറ്റു 100 ചെയ്യുക. കട്ടായി പോകും. ഇവിടെ 2 കട്ടായി പോകും. 2 20% ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.
ഒരാൾ പി എന്ന സ്ഥാനത്ത് നിന്ന് നടക്കാൻ തുടങ്ങി. ഇപ്പൊ പി എന്ന് പറയുന്ന സ്ഥാനം ഇതാണ്. അവിടെ നിന്ന് അയാൾ നടക്കാൻ തുടങ്ങി. ഇങ്ങോട്ടേക്കാണ് 15 മീറ്റർ വടക്കോട്ട് നടന്നു. ഇതല്ലേ ആദ്യം നമുക്ക് നോർത്ത് സൗത്ത് ഒക്കെ വരച്ചു വയ്ക്കാം. ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ഓക്കെ, 15 മീറ്റർ അയാൾ വടക്കോട്ട് നടന്നു. ഇതാണ് 15 മീറ്റർ. പിന്നീട് അയാൾ വലത്തോട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞു വലത്തെ ഇടത് തിരിഞ്ഞു പോരുത്, ക്ലോക്ക് വൈസ് ആണെന്ന് നോക്കിയാൽ മതി. ഇങ്ങനെ ഇരിക്കുന്ന സൂചി നേരെ ഇങ്ങോട്ടേക്കായിരിക്കും തിരിയേണ്ടത്. 25 മീറ്റർ വലത്തോട്ട് നടന്നു, 25 മീറ്റർ വലത്തോട്ട് നടന്നു. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? വീണ്ടും വലത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, 20 മീറ്റർ നടന്നു. ഇവിടം വരെ 15 ആണ്, അപ്പൊ കുറച്ചും കൂടി നടന്നിട്ടുണ്ട് അല്ലെ. 20 മീറ്റർ അയാൾ എന്ത് ചെയ്തു? വലത്തോട്ട് നടന്നു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? വീണ്ടും വലത്തോട്ട് തിരിഞ്ഞിട്ട് അയാൾ 50 മീറ്റർ നടന്നു. ഓക്കെ, ഇത് 25 ആണെങ്കിൽ ഇവിടം വരെ 25 ആണ്. അയാൾ 50 മീറ്റർ വലത്തോട്ട് നടന്നു. അപ്പൊ അയാൾ ഇത് ഇവിടെ വന്ന് നിന്നേ, ഇത് 50 മീറ്റർ ആണ്. വീണ്ടും അയാൾ വലത്തോട്ട് തിരിഞ്ഞു. വലത്തോട്ടെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കാണ്, 5 മീറ്റർ. ഇവിടുത്തെ ഒരു 5 നമുക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. ഈ 5 മീറ്റർ ആണ് നടന്നത്. എങ്കിൽ ഇപ്പോൾ അയാളുടെ സ്ഥാനമാണ്, അയാൾ ഇവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്, അതായത് പടിഞ്ഞാറാണ്. പടിഞ്ഞാറെന്ന് പറയുമ്പോൾ ആൻസർ ഏതാണ്? പടിഞ്ഞാറുള്ള ഒറ്റ റണ്ണേ ഉള്ളൂ. വേഗം എല്ലാം ക്യാൻസൽ ചെയ്തു. പിയിൽ നിന്ന് ഉണ്ടാ ഇവിടം വരെ 25 ആണ്. ഇത് എത്രയായിരിക്കും? 25 ആയിരിക്കും. മൊത്തം 50 അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് 25 ആണ്, ഇത് 25 ആണ്. അപ്പൊ അയാൾ എത്രയാണ്? പിയിൽ നിന്ന് 25 മീറ്റർ അയാൾ പടിഞ്ഞാറാണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് നോക്കാം. ക്ലോക്കിലെ കൃത്യസമയം 6:40 ആണെങ്കിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് 30h - 11/2m. 30h എന്ന് പറയുമ്പോൾ 30 × 6 - 11/2 × 40 എന്ന് വരും. ഇവിടെ കട്ടായി പോകും. ഇവിടെ 20 വരും. 6 3 18, 180 - 220. ഇവിടെ ഒരു മോഡുലസ് ഉണ്ട്. മോഡുലസ് എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്? അതിൻ്റെ ഉള്ളിൽ എന്ത് വന്നാലും അത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. സോ ആൻസർ വരേണ്ടത് 40 ആണ്. RJEKD എന്നത് ഫൈറ്റ് ആണെങ്കിൽ RJEKD എന്നുള്ളത് ഫൈറ്റ് ആണെന്ന്, FIGHT ഫൈറ്റ് ആണെങ്കിൽ സെയിന്റ് എന്നത് എന്താണെന്ന്, ഡാഷ് എന്നത് സെയിന്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എന്താണ് വരേണ്ടത് എന്നുള്ളത്. ഇവിടെ 6 കഴിഞ്ഞിട്ട് +2 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? T കിട്ടുന്നത്. ഓക്കെ, GHIJ ഇവിടെ നമ്മൾ തൊട്ട് ഇങ്ങോട്ടേക്ക് എന്താ? -2 ചെയ്യുമ്പോഴാണ്. ഇവിടെ എന്താണ്? EFG +2 ചെയ്യുമ്പോഴാണ്. K അല്ലെ, LM ബാക്കിലോട്ടല്ലേ ഇവിടെ വേണ്ടത്. IJK ആണ്, -2 ആണ് ഇവിടെ ചെയ്യേണ്ടത്. D എന്ന് പറയുമ്പോൾ എന്താണ്? +2 ആണ് ഇവിടെ ചെയ്യേണ്ടത്. അതായത് ഇവിടെ നേരെ ക്രോസ് ചെയ്തിട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഇവർ എന്ത് ചെയ്തിരിക്കുന്നത്? +2 - 2 ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എസ്സിന് നമുക്ക് എന്ത് വേണം? എസ്സിന്റെ നേരെ +2 ചെയ്ത് കഴിഞ്ഞാൽ SPQRS. ഇവിടെ എസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് സെയിന്റ് എന്നത് എന്താണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെയാണ് വരേണ്ടത്. അപ്പൊ ഇവിടുത്തെ എസ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ്. ഇങ്ങോട്ടേക്ക് എന്ന് പറയുമ്പോൾ ഇത് -2 ആണ്, താഴത്തോട്ടല്ല കേട്ടോ. ഡാഷ് എന്നത് സെയിന്റ് ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് മുകളിലത്തെയാണ് കണ്ടുപിടിക്കേണ്ടത്. എസിൽ നിന്ന് -2 എന്ന് പറയുമ്പോൾ ഇവിടെ Q വന്ന. ഓക്കെ, ഇവിടെ നോക്കിക്കേ, Q ലാസ്റ്റ് വരുന്നത് ഒരൊറ്റ റണ്ണേ ഉള്ളൂ. വേഗം എല്ലാം കട്ട് ചെയ്തു. ആൻസർ ചെയ്താണ് ഓപ്ഷൻ D ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതും കൂടി നോക്കാം. എന്ന് പറയുന്നത് എന്താണ്? +2 ആണ് ചെയ്യേണ്ടത്. അതായത് ഇവിടുത്തെ നമ്പറിൽ നിന്ന് +2 ചെയ്യുമ്പോഴാണ് ഇവിടെ കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ 6 തന്നെ ആവണ്ടേ? 6 കഴിഞ്ഞാലല്ലേ ST +2 ചെയ്യുമ്പോൾ നമുക്ക് T കിട്ടണം. 6 തുടങ്ങി Qയിൽ അവസാനിക്കുന്ന ഒരൊറ്റ റണ്ണേ ഉള്ളൂ. അപ്പം നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. വ്യത്യസ്തമായി തിരഞ്ഞെടുക്കുക. ഇവിടെ ശരിക്കും ഇത് പറയുന്നത് പല രീതിയിൽ പറയാൻ നമുക്ക്. ഇവിടെ 3 7 19 31 ഇത് നമുക്കൊരു സീരീസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3 × 2 + 1 എന്ന് പറയുന്നത് 7 ആണ്. 7 × 2 + 1 എന്ന് പറയുന്നത് 15 ആണ്. 15 × 2 + 1 എന്ന് പറയുന്നത് 31 ആണ്. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ എത്രയായിരുന്നു വരേണ്ടത്? 19 അല്ല 15 ആയിരുന്നു വരേണ്ടത്. ഓക്കെ, ഇത് ക്യാൻസൽ ചെയ്തിട്ടില്ല. ഇത് തന്നെയാണ് ആൻസർ വന്നിരുന്നത്. സോ ഓപ്ഷൻ സി 19 ആണ് ആൻസർ എന്ന് പറയുന്നത്. 1999 ഡിസംബറിലെ ആദ്യ തിങ്കളാഴ്ച, അതായത് 1999 ഡിസംബർ 1 തിങ്കളാണെങ്കിൽ 2001 ജനുവരി 3 എന്തെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാവുന്നൊരു കാര്യം, 2000 ഡിസംബർ 1 നമുക്ക് കണ്ടുപിടിക്കാം. ഒരേ വർഷം കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് നോക്കണം? ശരിക്കും ഒന്ന് കൂട്ടിയാൽ മതി. ഇവിടെ എന്താണ്? 2000 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ ആണ്. അതിവർഷമായതുകൊണ്ട് തന്നെ നമ്മളോട് എന്ത് ചെയ്യണം? ഈ തിങ്കളിനോട് നമുക്ക് എന്ത് കൂട്ടണം? +2 ആണ് കൂട്ടേണ്ടത്. ആദ്യവർഷത്തിലെ ഒരു വർഷം കൂടുതൽ വന്നില്ല, അതും കൂടി കൂട്ടണം. അപ്പോൾ ആൻസർ എത്ര വരും? തിങ്കൾ, ചൊവ്വ, ബുധൻ എന്ന് വരും.
ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ ഡിസംബർ 1 ചോദിച്ചിരിക്കുന്നത് ജനുവരി 3 അപ്പോൾ ഡിസംബർ 1 പറയുന്നത് കഴിഞ്ഞാൽ പിന്നെ ഡിസംബർ തീരാനായിട്ട് എത്ര ദിവസമുണ്ട്? 30 ദിവസമുണ്ട്. ഡിസംബർ 31 പിന്നെ ജനുവരി 3 വരെ 3 ദിവസമുണ്ട്. അതായത് 33 ദിവസം കൂടി ഉണ്ട്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബുധൻ പ്ലസ് 33 അപ്പം അതിന് എന്താ ചെയ്യേണ്ടത്? ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കണം അല്ലേ? 33നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം നമ്മൾ. ഇവിടെ ആൻസർ എത്ര വരും? 7 4 28 5 വരും. അപ്പം എന്ത് ചെയ്താൽ മതി? പറയുന്ന ബുധനോട് നമുക്ക് എന്ത് കൂട്ടണം? +5 കൂട്ടണം. ബുധൻ കഴിഞ്ഞാൽ നോക്കിക്കേ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ. സോ ബുധൻ +5 എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ടെലഗ്രാമിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ അതിൻ്റെ ആൻസർ കീയും ഇട്ടിരിക്കാം. നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്